ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ നായകൻ ഉദ്ധവ് താക്കറെ തന്നെയാണ്. ശിവസേനയെ ബാൽ താക്കറെ സ്ഥാപിച്ചു എങ്കിൽ അതിനെ പഴയ പ്രതാപത്തിലേക്ക് മടക്കിയെത്തിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഉദ്ധവ് താക്കറെയുടെ മുന്നിലുള്ളത്. ഉദ്ധവിനെ സംബന്ധിച്ചിടത്തോളം ബാൽ താക്കറെയുടെ മകൻ എന്ന നിലയിലുള്ള സ്ഥാനം അദ്ദേഹത്തിന് മേൽക്കൈ നൽകുന്നുണ്ട്. എന്നാൽ പ്രധാന ശിവസേന നേതാക്കളെ ആകർഷിക്കാനുള്ള ഷിൻഡെയുടെ കഴിവും അദ്ദേഹത്തിന്റെ അടിത്തട്ടിലുള്ള ബന്ധവും ഉദ്ധവിന്റെ വഴികളിൽ തടസ്സമാകുകയാണ്. അതിനെ മറികടക്കുക എന്ന വലിയ ടാസ്കാണ് ഉദ്ധവിന് മുന്നിലുള്ളത്. പരമ്പരാഗതമായി ശിവസേനയുടെ ശക്തി കേന്ദ്രങ്ങളായ കൊങ്കൺ, താനെ, മുംബൈ മേഖലകളിൽ ഷിൻഡെ വിഭാഗത്തിനാണ് മുൻതൂക്കം. ഇവിടെ കടന്നു കയറി വോട്ട് പിടിക്കുന്നതിട്ടാണ് താക്കറെയുടെയും മഹാവികാസ് അഘാഡിയുടെയും നിലനിൽപ്പ് തന്നെ ഇരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ വിഭാഗം ഉൾപ്പെടുന്ന മഹായുതി സഖ്യത്തിന് ഈ മേഖലകളിൽ കാര്യമായ സ്വാധീനമുണ്ടെന്നവർ തെളിയിച്ചതാണ്. സീറ്റ് കണക്കിൽ കോൺഗ്രസിനും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും പിന്നിൽ പോയെങ്കിലും ഈ മേഖലകളിൽ നിന്ന് സീറ്റ് പിടിക്കാൻ സാധിച്ചതാണ് ഷിൻഡെയെ വലിയ തകർച്ചയിൽ വീഴാതെ പിടിച്ചു നിർത്തിയത്. കൊങ്കൺ മേഖലയിൽ ഷിൻഡെ വിഭാഗത്തിലെ സ്ഥാനാർത്ഥികളോടാണ് ജനം കൂറ് കാണിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല പ്രധാന സീറ്റുകളും അവർ നേടി. മറുവശത്ത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന താക്കറെ വിഭാഗം ഈ പ്രദേശങ്ങളിൽ ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടും കൊങ്കണിൽ ഒരു സീറ്റും നേടാനായില്ല. വിശ്വസ്തരായ അനുയായികളെ വളർത്തിയെടുത്ത താനെയിൽ ഷിൻഡെയുടെ രാഷ്ട്രീയ സ്വാധീനം ചോദ്യം ചെയ്യപ്പെടാത്തതാണ്. പ്രാദേശിക നേതാക്കളുമായുള്ള ഷിൻഡെയുടെ വലിയ ബന്ധം, അടുത്ത ബന്ധം, ഇത് താനെയിലെ രക്ഷിതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനവും മേഖലയിലെ പ്രബല ശക്തി എന്ന നിലയിൽ ഷിൻഡെ വിഭാഗത്തെ തന്നെ നിലനിർത്തുന്ന ഒരു ഘടകമാണ്. പരമ്പരാഗത ശിവസേന വോട്ടർമാർക്കിടയിൽ ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിന് ഇപ്പോഴും അണികളുടെ പിന്തുണയുണ്ടെങ്കിലും പാർട്ടി ഐക്യം നിലനിർത്താനുള്ള ഷിൻഡെയുടെ കഴിവ്, പ്രത്യേകിച്ച് താനെ, പാൽക്കർ തുടങ്ങിയ ശക്തി കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക മുൻതൂക്കം നൽകുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മഹാരാഷ്ട്ര നീങ്ങുമ്പോൾ ഉദ്ധവ് താക്കറെയും ഏക്നാഥ് ഷിൻഡെയും തമ്മിലുള്ള പോരാട്ടം ഒരു രാഷ്ട്രീയ മത്സരം മാത്രമല്ല, മറിച്ച് ഇത് ബാൽ താക്കറെയുടെ പാരമ്പര്യത്തിനും ശിവസേനയുടെ രാഷ്ട്രീയ ഭാവിക്കും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതിയുടെ നിയന്ത്രണത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ്. ഉദ്ധവിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്റെ ജന്മാവകാശമായി കാണുന്ന രാഷ്ട്രീയ നേതൃത്വം വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടം. ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം നേതാവ് കളിക്കാൻ മാത്രമല്ല, മറിച്ച് മഹാരാഷ്ട്രയിൽ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തി എന്ന നിലയിലുള്ള തന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ആത്യന്തികമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ശിവസേനയുടെ പൈതൃകത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് നിർണ്ണയിക്കും. അതോടൊപ്പം മഹാരാഷ്ട്രയുടെ ഭാവി രാഷ്ട്രീയ ദിശയും BJP-യിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ശിവസേനയെക്കുറിച്ചുള്ള ഉദ്ധവ് താക്കറെയുടെ വീക്ഷണമാണോ, അതോ BJP-യുമായി സഖ്യത്തിലേർപ്പെടുന്ന ശിവസേനയെക്കുറിച്ചുള്ള ഏക്നാഥ് ഷിൻഡെയുടെ വീക്ഷണമാണോ ശരിയെന്നതിൽ മഹാരാഷ്ട്രയിലെ വോട്ടർമാർ ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്ന് പറയാം.